ആണോ സമീറ? ആണോ? 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 മനസ്സിലായോ? എനിക്ക് ഇന്ന് ഡോക്ടർ ഉറങ്ങാൻ തന്ന കുറച്ച് ഗുളികയുണ്ട്, ഒരു 10ഓളം ഉറക്കുഗുളികയുണ്ട്. ഹായ്, വീണ്ടും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എല്ലാവരും നമ്മുടെ തനുജ ചേച്ചിയുടെ ഒരു ആത്മഹത്യാ ഭീഷണി മുഴക്കിയിട്ടുള്ള ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നിരിക്കാം. അപ്പോൾ അതിൽ ആള് ആത്മഹത്യക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ള ഒരു ഇതാണ് പറയുന്നത്. അതിന് കള്ളാണോ സത്യമാണോ എന്ന് അറിയില്ല, അതവിടെ നിൽക്കട്ടെ. അതിന് കുറച്ച് ക്ലിപ്പ് ഇവിടെ നോക്കാം. ആണോ? 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 നീ എന്നെ വീണ്ടും വീണ്ടും പ്രേരിപ്പിക്കുക. എന്നെ വീണ്ടും ഇവിടെ വന്ന് എന്നെ ചൊറിഞ്ഞതാണേ, സമീറ ചൊറിഞ്ഞതാണേ. നീ ഇപ്പൊ ഇവിടെ വന്ന് നാടൻ കളിക്കാന്ന് നീ എന്താ പറഞ്ഞ? എന്നെയും ചേച്ചിയെ നമ്മൾ തെറ്റിച്ചപ്പോ നിനക്ക് സംഭവം എല്ലാ രീതിയിലും എല്ലാം ഞാൻ ചത്തില്ല, ഇപ്പൊ ചാവും കേട്ടോ. ഓർക്കൂടി കുടിച്ചാ വേറെ ഒന്നും. എല്ലാത്തിനൊരു പരിധിയുണ്ട്. 4 വശത്തുനിന്നും കൂടെ എന്നെ ഇട്ട് കുത്തുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. മനസ്സിലായോ? എനിക്ക് ഇന്ന് ഡോക്ടർ ഉറങ്ങാൻ തന്ന കുറച്ച് ഗുളികയുണ്ട്, ഒരു 10ഓളം ഉറക്കുഗുളികയുണ്ട്. ഞാനതിപ്പോ കുടിച്ചിട്ട് ഞാനിപ്പോ ലൈവ് കയറിയിട്ട് ഞാൻ ഇനി വാ തുറക്കില്ല എന്ന് പറഞ്ഞ എല്ലാരും എന്നോട് ക്ഷമിക്കാൻ പറയും. പിടിച്ചു നിൽക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഒരു പെണ്ണെന്നതില് എന്റെ മാനസികമായിട്ട് വല്ലാത്ത രീതി തളർത്താണ് വൈഗ, സമീറ, സനു. ഞാൻ ഇവരെ 3 പേരുടെ പേരും പറഞ്ഞിട്ട് ഞാനിപ്പോ ഈ ഒരു സംഭവം ചെയ്യും. എനിക്ക് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നവരായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് മറക്കരുത്. ലൈവിലൂടെ വന്നിട്ട് മാക്സിമം ഇങ്ങനത്തെ ഒരു ടെൻഡൻസി പ്രകടിപ്പിക്കാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ കാണുന്ന ആൾക്കാർക്ക് അതിഷ്ടമല്ല. തനുജ ചേച്ചിക്ക് ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അവരെ നമ്മൾ മാനിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതം വെറുതെ പാഴാക്കരുത്. തനുജ ചേക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, അവൻ്റെതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് സ്വന്തം ജീവിതത്തിൽ വരുമ്പോഴേ ഇപ്പം ആ ചേച്ചി ആകെപ്പാടെ ടോർച്ചറിങ് ആണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ടോർച്ചറിങ് എന്താണെന്ന് വെച്ചാൽ ആ ചേച്ചിയുടെ ഹസ്ബൻഡ് തുടങ്ങുകയാണ്. അവർ സ്നേഹിച്ചാണ് കല്യാണം കഴിച്ചത്. അപ്പം ആൾ തന്നെയാണ് പ്രപ്പോസ് ചെയ്തതെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം കല്യാണം കഴിച്ച് ഒരു കുഞ്ഞുമായി അതിൻ്റെ കൂടെ ഇരുന്നിട്ട് ആൾക്ക് ഏറ്റവും ജീവനായിരുന്നു ഈ ഹസ്ബൻഡ് പോയത് മുതലാണ് ഈ ചേച്ചിക്ക് മാനസികമായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങിയത്. കാരണം എന്ന് വെച്ചാൽ ആൾ നല്ല ആത്മാർത്ഥതയോടെയാണ് ഈ ആൾ നോക്കിയിട്ടുള്ളത്. അപ്പോൾ പക്ഷെ അത് തിരിച്ചു കൊടുത്തിട്ടില്ല. ആ ആത്മാർത്ഥത തിരിച്ചു കിട്ടിയിട്ടില്ല. ആള് ആ ഒരു സമയം കൊണ്ട് വേറൊരാളെ കണ്ടെത്തി അവർ പാട്ടിന് പോയി. ഇപ്പം അമ്മയും മോളും ഒറ്റയ്ക്കായി. ഇപ്പം മറ്റൊരാളെ സ്നേഹിക്കണം കാണുമ്പോൾ എങ്ങനെ നോക്കിയിരുന്നാലും ചങ്ക് പെടയും. സ്വന്തം ഭർത്താവ് വേറൊരാളെ സ്നേഹിക്കുന്നതും കൂടെ നടക്കുന്നതൊക്കെ കാണുമ്പോൾ എന്തായാലും സ്നേഹിച്ചൊരു വ്യക്തിയിട്ടാണെങ്കിൽ അവരുടെ ചങ്ക് തകരും. അങ്ങനത്തെയാണ് ആ പ്രശ്നത്തിൽ തുടങ്ങിയതാണ്. എനിക്ക് ചെയ്യാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ. ആത്മഹത്യാ ഭീഷണി പറഞ്ഞു, 3 പേരുടെ പേര് പറയുന്നുണ്ട്. അവർക്കൊന്നും നഷ്ടപ്പെടില്ല. തനുജി എന്ന് പറയുന്ന വ്യക്തിയെ ആശ്രയിച്ച ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനെ ആയിരിക്കുന്നു. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ വേണ്ട. ഇപ്പം ഈ ലൈവിൽ വന്ന ആത്മഹത്യ ഭീഷണി ചെയ്തത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയത്തുള്ളൂ. കാരണം അങ്ങനെ ചെയ്തു അങ്ങനെ ഈ ചില കമൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. ചെയ്യുന്നവരാണെങ്കിൽ അങ്ങ് ചെയ്ത് കളയുന്നു. അങ്ങനെ പറയാൻ എളുപ്പമാണ്. ഒരാളുടെ ജീവിതമാണ് കേട്ടോ. അങ്ങനെ ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല. കാരണം വെച്ചാൽ ആളെ ആശ്രയിച്ച് ആ കുഞ്ഞിരിപ്പുണ്ട്. ആ കുഞ്ഞ് ജീവനെപ്പോലെ സ്നേഹിക്കുന്ന അമ്മയാണ്. ആ വീഡിയോസിൽ ഫുൾ കണ്ടറിയാം ആ കുഞ്ഞിനെ അമ്മയെന്ന് പറഞ്ഞ ജീവനാണ്. അതേപോലെ തന്നെ അതിൻ്റെ അച്ഛനും ജീവനാണ്. പക്ഷേ ആ കുട്ടിയോട് ഒരു സ്നേഹമില്ലാന്ന് പലതവണ തോന്നി. ആ ഒരു വീഡിയോയിൽ തന്നെ കണ്ടാൽ അപ്പ എന്ന് വിളിച്ച് അങ്ങോട്ട് പോകുന്നുണ്ട്. പക്ഷേ എന്തെന്നല്ല ഒരാളും സഹിക്കാത്തതാണ് കേട്ടോ എന്ന വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. കൂടെ നിൽക്കുന്നവർ പറ്റിക്കണ്ട്, കൂടെ നിൽക്കുന്നവർ വിശ്വസിച്ച് കൂടെ നിർത്തുന്നവർ ചതിക്കണ്ട്. അവരുടെ പ്രശ്നങ്ങൾ മാക്സിമം ഒഴിവാക്കിയിട്ട് സ്വന്തം വീഡിയോസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിന്നാൽ തനുജയ്ക്ക് ഈ ലോകത്തുള്ള എല്ലാവരും കൂടെ കാണുന്ന ഈ ഒരു പ്രശ്നത്തിലാണ് എല്ലാവരും വെറുക്കുന്നത്. എല്ലാ ആൾക്കാരും വെറുക്കുന്നത് ഈ ഒരു പ്രശ്നത്തിലാണ്. അതുകൊണ്ട് മാക്സിമം സ്വന്തം കാര്യം മാത്രം ലൈവിൽ മറ്റുള്ളവരെ കുറിച്ച് പറയാതിരിക്കുക. മറ്റുള്ളവർ എന്തോ ചെയ്തുകൊണ്ട് പോട്ടെ. ഇതിപ്പം തമ്മിലടിയാണ്. ഇവിടെ ഒരാൾ പറയുന്നുണ്ട്, കുറ്റം പറയുന്നുണ്ട്. തനുജ് എന്ന് പറയുന്ന വ്യക്തി ഇവിടെ നിന്ന് കുറ്റം പറയുന്നു, സങ്കടം കൊണ്ട് പറയുന്നതായിരിക്കാം. ഓക്കെ, അത് ശരി. ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിവിടുമായിരിക്കും. ഫോൺ ഓണാക്കി ഇതേപോലെ മറ്റാളും അപ്പുറത്ത് നിന്ന് അടിവിടുകയാണ്. ആളിവിടെ നിന്ന് കുറ്റം പറയുകയാണ്, ഒരാൾ അവിടെ നിന്ന് കുറ്റം പറയും. ഇതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് പറയാനുള്ളത് മാക്സിമം ഇങ്ങനത്തെ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് നല്ല സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് അവരെങ്ങനെയും കൊണ്ടുവരും. നമ്മളെ വേണ്ടാത്തവർ വേണ്ട, അങ്ങനെ തന്നെ പോട്ടെ. അപ്പോൾ അവരെന്തോ ചെയ്തുകൊണ്ട് പോട്ടെ. അവർ ചുമ്മാ ചിലപ്പം പുറമേ കാണിക്കുന്ന സന്തോഷമായിരിക്കും. അത് ഇനിയിപ്പോൾ എന്തായാലും ഇങ്ങനെ സംഭവിച്ചു പോയല്ലോ, അപ്പോൾ പുറമേ കാണിക്കുന്ന സന്തോഷമായിരിക്കും. അത് നമ്മളത് മൈൻഡ് വെക്കാൻ പാടില്ല. നമ്മുടെ ജീവിതം നമ്മളായിട്ട് തന്നെ നോക്കി പോവുക. ഒരു കുഞ്ഞുണ്ട്, അതിനെ പൊന്നുപോലെ നോക്കി നല്ല രീതിയിൽ ജീവിച്ച് പോവുക. ഒരുപാട് അമ്മമാർ
സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരെയൊക്കെ വെറുപ്പിക്കരുത് ദയവ് ചെയ്ത്. മാക്സിമം ഈ ആത്മഹത്യാ ഭീഷണി എന്തെങ്കിലും സംഭവിച്ചാൽ ആർക്കും ഒന്നുമില്ല, എല്ലാവരും ചിരിക്കും. അങ്ങനെ അയ്യോ ഇനി നിന്നല്ലോ, ഇനി യൂട്യൂബിനകത്ത് ഈ സാധനമേ കാണത്തില്ലല്ലോ എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്ന ആൾക്കാരാണ് ചുറ്റും. അവർക്ക് മുന്നിൽ തളർന്നു പോകാണ്ട് നല്ല രീതിയിൽ പോവുക. കൂടുതലും ഇങ്ങനെയുള്ള അവസ്ഥകൾ കടന്നു പോകാത്ത ആൾക്കാരായിരിക്കും കളിയാക്കലും ചിരിക്കും. പിന്നെ ആളുടെ കമൻസിലാണ് ഞങ്ങൾ തടിച്ചി എന്നൊക്കെ പറഞ്ഞാൽ ഇവരാരും വണ്ണം വെക്കാണ്ടായിരിക്കുന്ന ആരും വണ്ണം വെച്ചിട്ടേ ഇല്ലേ, അവരൊക്കെ നല്ല ഗ്ലാമറായിട്ട് ജനിച്ച് അങ്ങ് വീഴുന്നെന്നാണ് എനിക്ക്. അവരൊരാൾ ബോഡി ഷേമിങ് നടത്തുന്നത് തടിച്ചി തള്ളച്ചി എന്തോന്നൊക്കെയാണ് ഈ സംസാരങ്ങൾ. ഞാൻ മിക്ക വീഡിയോസിന് താഴെ കണ്ട്. ഇപ്പം മാക്സിമം ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാണ്ടിരിക്കുക, ആരെയും വിശ്വസിച്ച് നടക്കാതിരിക്കുക, ആരും കൂടെ ഉണ്ടെന്ന് വിചാരിച്ച് നടക്കരുത്. കാരണം ആരും കൂടെ ഉണ്ടാവില്ല. അതുകൊണ്ട് സ്വന്തം കാര്യം മാത്രം നോക്കി മോളെ നോക്കി നന്നായിട്ട് ഇരുന്നാൽ ജീവിതം നന്നായിട്ട് പോകും. ബാക്കിയുള്ളവർ ആരും നോക്കേണ്ട കാര്യമില്ല, അവരെങ്ങനെയോ പോട്ടെ, അവർക്ക് വേണ്ടാത്തോണ്ടല്ലേ ഇട്ടിട്ട് പോയത്, അവർ പോട്ടെ, അവർ പുറകെ. എന്തെന്നാലും ഒരാൾ സ്നേഹിക്കുന്നുണ്ട്, ഒരാൾ കുതറി മാറുന്നുണ്ട്. ഇനി കുതറി മാറിയിട്ട് കാര്യമില്ല, ആൾ കല്യാണം കഴിഞ്ഞ് അയാൾ വേറൊരാളുടെ ഇതായി, നമ്മൾ അയാൾ നോക്കിയിട്ട് കാര്യമില്ല. എത്രയെണ്ണം നമ്മുടെ സങ്കടം നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഇതൊരു പാഠമാണ് സത്യം പറഞ്ഞാൽ, വേറൊന്നുമില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു ക്ലിപ്പ് ഒന്ന് കണ്ടുനോക്കാം. എൻ്റെ ഒരു യൂട്യൂബ് ചാനലിൽ കൂടെ സനു എന്ന് പറയുന്ന യൂട്യൂബറുടെ ചാനലിൽ കൂടെ വൈഗ, സെമീറ എന്ന് പറയുന്നവർ വളരെ മോശം ഇതൊക്കെ ഇട്ടു. ഞാൻ ഓരോരുത്തർ സ്നേഹത്തിലിരുന്നപ്പം നമ്മൾ കൂട്ടുകാരികളാകുമ്പോൾ ഓരോന്ന് പറയുമല്ലോ, അങ്ങനെ പറഞ്ഞ വോയിസുകൾ ഓരോ ദിവസമായിട്ട് യൂട്യൂബ് വഴി പുറത്ത് എന്നെ വല്ലാതെ മാനസിക നില തെറ്റിച്ചുകൊണ്ടിരിക്കും അവർ. അപ്പം ഞാനിതോടെ ഇന്നപ്പോടെ എൻ്റെ ലൈവും കാര്യങ്ങളൊക്കെ നിർത്തുക. ഞാനതെല്ലാവരോടും എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. ഇല്ല 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 ഇല്ല. ഗുളിക വായിലിടുന്നെന്ന് പറഞ്ഞ് എങ്ങനെ ഇട്ടാലും ഇട്ടില്ലെങ്കിലും ഇനി മരിക്കാൻ വേണ്ടിയിട്ട് ചെയ്താണെങ്കിലും അല്ലെങ്കിലും എല്ലാവരും ചിരിക്കാൻ വേണ്ടിയിട്ട് കാണത്തുള്ളൂ. ഇപ്പം തന്നെ ഓരോ വീഡിയോസ് എടുത്ത് നോക്കിയാൽ അറിയാം, എല്ലാത്തിലും ചിരി മാത്രമേ ഉള്ളൂ. എത്ര ആത്മഹത്യക്ക് ശ്രമിച്ചാലും മരിച്ചെന്ന് പറഞ്ഞാലും എല്ലാവരും സന്തോഷിക്കുകയുള്ളൂ. അത് ആദ്യം മനസ്സിലാക്കുക, അല്ലാതെ വേറെ ഒറ്റ മനുഷ്യനും വരത്തില്ല. എന്നവർക്ക് ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെടാത്തവർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം, അത്രയേ ഉള്ളൂ.